നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത തലത്തിൽ നടന്ന കള്ളക്കളികളുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസ് ഡയറി തിരുത്താൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തര വകുപ്പിലെ ആ IPS വമ്പൻ അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ആണെന്ന സൂചനകളിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ. ഇതോടെ അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികൾക്ക് VD സതീശൻ നേരിട്ട് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്ധമായി സംരക്ഷിക്കാൻ വേണ്ടി ക്രമസമാധാന പാലനത്തിന്റെ തലപ്പത്തിരുന്നവർ തന്നെ നിയമവിരുദ്ധമായി ഫയലുകൾ തിരുത്തിയെന്ന വിവരം പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പിൽ ഇപ്പോൾ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെയും നടപടി വരും. പോലീസിൽ പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു അജിത് കുമാർ. പോലീസുകാർക്കൊപ്പം മുതിർന്ന IPS ഉദ്യോഗസ്ഥനെയും ഈ അന്വേഷണത്തിൽ കുടുക്കാനാണ് നീക്കം. രക്ഷാപ്രവർത്തന കേസിലെ അന്നത്തെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആലപ്പുഴ DYSP സുനിൽ രാജിനെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലേക്ക് 2 തവണ രഹസ്യമായി വിളിച്ചു വരുത്തുകയായിരുന്നു എന്ന നിർണായക വിവരമാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അസ്വാഭാവിക സന്ദർശനങ്ങൾക്ക് ശേഷമാണ് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടും പൂർണ്ണമായും മാറ്റിയതും. മർദ്ദനത്തിന്റെ വ്യക്തമായ വീഡിയോ പോലീസ് കണ്ടില്ലെന്ന കള്ളവാദം ഔദ്യോഗിക റിപ്പോർട്ടിൽ തിരികെ കയറ്റിയതും ഇത് തന്നെയാണെന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നുണ്ട്. കേസിൽ ഏറ്റവും നിർണായക തെളിവാകേണ്ടിയിരുന്ന മർദ്ദന ദൃശ്യങ്ങൾ പൂഴ്ത്താൻ ADGPയുടെ ഓഫീസിൽ ഗൂഢാലോചന നടന്നു എന്നാണ് നിലവിലെ വിലയിരുത്തൽ. എന്നാൽ ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ യഥാർത്ഥ റിപ്പോർട്ടിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മർദ്ദനം ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമല്ലെന്ന് രേഖപ്പെടുത്തിയിരുന്നുവെന്നും SIT റെയ്ഡിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ SP AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് പുനരന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മുൻപ് കേസ് അന്വേഷിച്ച DYSP സുനിൽ രാജ്, ബന്ധപ്പെട്ട SIമാർ തുടങ്ങിയ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴികൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇവരുടെ മൊഴികളിലും ADGPയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായ കടുത്ത സമ്മർദ്ദങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെ ക്രിമിനൽ നടപടികളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായ ഇടപെടൽ ഉന്നത പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ ഈ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ച IPS വമ്പന്മാരുടെ കൃത്യമായ പങ്ക് തെളിയിക്കാനാണ് SIT ഇപ്പോൾ ശ്രമിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ സഹിതമുള്ള അന്വേഷണ റിപ്പോർട്ട് SIT ആഭ്യന്തര വകുപ്പിന് ഔദ്യോഗികമായി സമർപ്പിക്കും. അതേസമയം സംഭവത്തിൽ പ്രതികളായ 4 ഗൺമാന്മാർക്കെതിരെയും കടുത്ത ക്രിമിനൽ നടപടികളും